നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് 2026 കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് ഈ ബഡ്ജറ്റ് എത്രത്തോളം കരുത്തു പകരും? ഒരു വശത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻതോതിൽ പണം ചിലവാക്കുമ്പോഴും മറുവശത്ത് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും സാധാരണക്കാരനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആദായ നികുതിയിൽ ഇളവ് കാത്തിരിക്കുന്ന മധ്യവർഗവും കൃഷിക്കും ഗ്രാമീണ മേഖലയ്ക്കും കൂടുതൽ കരുതലുണ്ടാകുമെന്ന് കരുതുന്ന കർഷകരും ഈ ബഡ്ജറ്റിൽ തൃപ്തരാകുമോ? മൂലധന നിക്ഷേപത്തിലൂടെയുള്ള വികസനമാണോ അതോ സാധാരണക്കാരൻ്റെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണോ രാജ്യത്തിന് ഇപ്പോൾ വേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ മോഹനകുമാർ, രാഷ്ട്രീയ കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ KV ബിജു, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അനൂപ് VR എന്നിവർ. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഈ ബഡ്ജറ്റ് ഏതൊക്കെ മേഖലകൾക്ക് ഊന്നൽ നൽകുമെന്നാണ് കരുതുന്നത്? അതായത് ബജറ്റ് ഏത് മേഖലയ്ക്ക് ഊന്നൽ നൽകുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലയും ഊന്നൽ വേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ, കഴിഞ്ഞ 10-12 വർഷമായിട്ട് ബജറ്റുകളിലൊക്കെ കൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ നേടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ആരോഗ്യ മേഖല 2017 ഒരു ആരോഗ്യ നയം ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിനകത്ത് പറയുന്നത് GDPയുടെ 2% കേന്ദ്ര ഗവൺമെന്റും GSDPയുടെ 8% സംസ്ഥാന ഗവൺമെന്റുകളും ആരോഗ്യ മേഖലയ്ക്ക് കാഴ്ചവെക്കണം എന്നാണ്. എന്നിട്ട് കഴിഞ്ഞ ബജറ്റില് 2025-26 ബജറ്റില് കേന്ദ്ര ഗവൺമെന്റ് എത്രയാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1,71,437 കോടിയാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. എന്ന് വെച്ചാൽ അത് 0.48% മാത്രമാണ്. 2% മാറ്റിവെക്കണമെന്ന് നിയമനിർമ്മാണം നടത്തിയ കേന്ദ്ര ഗവൺമെന്റ് തന്നെ 0.48% മാറ്റിവെച്ചിട്ട് എന്താ സംഭവിച്ചത്? അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ ആരോഗ്യ രംഗം എന്നത് അറിയണമെങ്കിൽ ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങൾ കാണിച്ച ഡൽഹി എയിംസിലെ രോഗികളുടെ ഒരു അവസ്ഥ, അവര് ഭയങ്കര സംഘർഷാവസ്ഥ എന്ന് വെച്ചാല് തണുപ്പിൽ ഉറഞ്ഞ് എയിംസിന്റെ മുറ്റത്ത് രോഗികൾ കിടക്കുന്ന ഒരവസ്ഥ. അത് എയിംസിന്റെ സ്ഥിതി അതാണെങ്കിൽ മറ്റ് മെഡിക്കൽ കോളേജുകളിലെയൊക്കെ സ്ഥിതി എന്തായിരിക്കണം നമ്മൾ ആലോചിക്കണം. അപ്പം തീർച്ചയായിട്ടും പറയുന്നത് പ്രവർത്തിക്കുന്നില്ല ഗവൺമെന്റ് എന്നാണ് നമുക്ക് ആ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി വരും ബജറ്റുകളിലും, അതായത് സാധാരണ ജനങ്ങളെ വലിയ വിദ്യാഭ്യാസം ഇല്ല, അതുപോലെ ബജറ്റിനെ പറ്റി വലിയ ധാരണയൊക്കെ ഇല്ല, അങ്ങനെയുള്ള മനുഷ്യരെ പറ്റിക്കുന്ന തരത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതും അതിന്റെ പ്രഖ്യാപനങ്ങളും പിന്നെ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്ക് MGNREGA. ഇപ്പൊ അതിന് റീനെയിം ചെയ്ത് റാംജി റാം എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ മാറ്റി മഹാത്മാഗാന്ധി എടുത്തു കളഞ്ഞു. പക്ഷെ അതൊന്നും അല്ല. അതിനേക്കാളൊക്കെ വൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അതിന് 125 ദിവസം തൊഴിൽ നൽകും എന്നൊക്കെ പറയുന്നു. പക്ഷെ അവിടെയും സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ചു. സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ച് കേന്ദ്രത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചു. 90:10 എന്നായിരുന്നത് 60:40 എന്നാക്കി. എന്ന് വെച്ചാല് സംസ്ഥാനങ്ങളുടെ ധനഭാരം വർദ്ധിച്ചു എന്നർത്ഥം. അപ്പൊ അങ്ങനെ സംസ്ഥാനങ്ങളെ
ഡിഫൻസിലാക്കിക്കൊണ്ട് പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ആ വെട്ടിക്കുറവ് നടത്തിയത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രം ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഈ ഹെൽത്തിന്റെ ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ നമുക്ക് തന്നെ പിന്നെ ഒരുപാട് മെഡിക്കൽ കോളേജസ് എല്ലാ ജില്ലകളിലും പുതുതായിട്ട് തുടങ്ങി. ഈ ഗവൺമെന്റ് എണ്ണം കൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ക്ലെയിം എടുക്കാറുണ്ട്. പക്ഷെ ആ ക്ലെയിംസ് ഒക്കെ എടുക്കുമ്പോൾ അവിടുത്തെയൊക്കെ സൗകര്യങ്ങൾ, പേരിനൊരു മെഡിക്കൽ കോളേജ് വന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ആ മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായ മെഡിക്കൽ കോളേജായിട്ട് വികസിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ടോ? അത് നോക്കുന്നില്ല. അങ്ങനെ ഉള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാംസ് ചെയ്യുക, അതാണ്. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിലേക്ക് വന്നാലും. കാർഷിക മേഖലയില് 42% പേരായിരുന്നു 2014 ഈ ഗവൺമെന്റ് വരുന്നതിന് മുൻപ്, അതായത് UPA ഗവൺമെന്റ് കാലത്ത് കൃഷിയെ മാത്രം പിന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന 42% കുറഞ്ഞിരുന്നു. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അത് 80% കുറഞ്ഞു 42% എത്തിയതാണ്. പക്ഷെ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് 2014 2025 ഇടയ്ക്കുള്ള കാലഘട്ടം കൊണ്ട് അത് വീണ്ടും 48% ഉയർന്നു. അപ്പോ കർഷകരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നതും കർഷകർക്ക് വേണ്ടി ചെലവഴിക്കുന്ന, അതായത് ബജറ്റിൽ വക കൊള്ളിച്ച് ചെലവഴിക്കുന്നതും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട്. വേണ്ടത്ര ചെലവഴിക്കുന്നില്ല. ഇപ്പോൾ തന്നെ, അതായത് ആദ്യ ബജറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഘട്ടം ഘട്ടമായി ഫെർട്ടിലൈസർ സബ്സിഡി കളയും, പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അത് ആരാ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കർഷകർ ആവശ്യപ്പെട്ടിട്ടില്ല. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ഫോം ചെയ്യപ്പെടുമ്പോൾ നടത്തിയ കരാർ അനുസരിച്ച് നമ്മുടെ വികസ്വര രാഷ്ട്രങ്ങൾക്ക് അവരുടെ അഗ്രികൾച്ചറൽ GDPയുടെ 10% വരെ സബ്സിഡി കൊടുക്കാം. എന്തിനാണ്? കർഷകരെ പരിരക്ഷിച്ചു കൊണ്ടുവരാൻ. ആ സബ്സിഡിയാണ് കുറച്ച് ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ അതിന്റെ ഫലം എന്താണ്? ഇപ്പൊ ഇതാ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലഭ്യമല്ല. ഈ കഴിഞ്ഞ വർഷം കൃഷിക്ക് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് പുതുതായിട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ എന്താ പറയുക, ചെറുധാന്യങ്ങളുടെ കൃഷി വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരുപാട് സ്കീംസ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. പക്ഷെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എവിടെയും ലഭ്യമല്ലാത്ത ഒരവസ്ഥ, വലിയ വിലയും. അങ്ങനെ നമുക്കിവിടെ കേരളത്തിലെ തെങ്ങിന്റെ കാര്യം തന്നെ ഓർക്കാം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പൊട്ടാസ്യം കിട്ടാത്തത് കൊണ്ടാണ് തെങ്ങ് അങ്ങനെയാകുന്നത്. എന്താണ്, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് വെളിച്ചെണ്ണ 1 കിലോയ്ക്ക് 500 ചില്ലുവാനും രൂപ വരെ ആയത് അതുകൊണ്ടാണ്. അപ്പൊ ആ തരത്തില് കൃഷി, സത്യം പറഞ്ഞ കർഷകരൊക്കെ എന്നാണ് ഒരു സമരം തുടങ്ങുക എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാർഷിക മേഖല വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ ഈ കാർഷിക മേഖല ആഗോള കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കാത്ത ദുഃഖമാണ് ഇപ്പോഴും ഉള്ളത്. അതിനായിരുന്നല്ലോ 108 ദിവസം ആ ഒരു സംരംഭത്തിനെതിരെയായിരുന്നു കർഷകര് 800 ദിവസം സമരം ചെയ്തത്. അത് തൽക്കാലം മാറ്റിവെച്ചു. അത് ഇതുവരെ നടപ്പിലാക്കാൻ പറ്റാത്ത ആ ഒരു പിന്നെ സങ്കടത്തിലാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുന്നത്. പക്ഷെ കർഷകരുടെ അവസ്ഥ എന്ത് എന്ന് നോക്കുന്നില്ല. ഡോക്ടർ മേരി ജോർജ്, ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണല്ലോ. അപ്പൊ ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജനക്ഷേമപരമായ നടപടികൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനക്ഷേമകരമായ നടപടികൾ. ഇവിടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ വരുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ. അത് നമുക്ക് ബീഹാറിന്റെ കാര്യം എടുക്കാം. ബീഹാറിൽ ഇലക്ഷൻ വരാനിരിക്കുന്നതിന്റെ ഡിക്ലറേഷൻ വരുന്നതിന് തൊട്ട് മുൻപല്ലേ പ്രധാനമന്ത്രി 10,000 രൂപ വീതം ഓരോ സ്ത്രീക്കും കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് അവിടുത്തെ അന്നത്തെ ഒരു അവസ്ഥ നോക്കിയാൽ മതി. അതായത് ബീഹാറിലെ സ്ത്രീകള്, അവിടെ സ്ത്രീ പുരുഷ അനുപാതം തന്നെ പുരുഷന്മാർക്ക് അനുകൂലമാണ്. 890 സ്ത്രീകൾ 1000 പുരുഷന്മാർക്ക്. മറിച്ച് കേരളത്തിൽ നോക്കണം, 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകള്. ഇവിടെ പിന്നെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് സെക്സ് റേഷ്യോ സ്ത്രീകൾക്ക് അനുകൂലമാണ്. അപ്പൊ അങ്ങനെയുള്ള ബീഹാറിലെ പുരുഷന്മാര് എല്ലാം പട്ടിണി കാരണം അന്യ സംസ്ഥാനത്തേക്ക് തൊഴിൽ തേടി പോയിരിക്കുക. കേരളത്തിൽ തന്നെ ഒരുപാട് ബീഹാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പെണ്ണുങ്ങളെ ഉള്ളൂ. ആ പെണ്ണുങ്ങൾക്ക് 10,000 രൂപ വീതം കൊടുത്തതെന്ന് വെച്ചാൽ ഉറപ്പാ വിജയം. അത് തന്നെ വളരെ സാമർഥ്യത്തോടു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തു. അവിടെ നല്ല ഭൂരിപക്ഷം വാങ്ങിച്ച് ജയിക്കുകയും ചെയ്തു. അതുപോലെയുള്ള ടാറ്റിക്സ്
അതായത് ഇലക്ഷൻ ജയിക്കാനുള്ള ഡിപ്ലോമസി അവർ കൃത്യമായിട്ട് കാണിക്കും. അങ്ങനെ കാണിച്ചുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇപ്പൊ നമുക്ക് വരാനിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻകം ടാക്സിന്റെ പരിധി വർദ്ധിപ്പിച്ചതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ച ഒരു ഫലം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അതിന്റെ ഫലം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ്, അതായത് വലിയ തോതിൽ ഇൻകം ടാക്സ് സ്പേസിൽ താഴ്ന്ന ഘട്ടത്തിലുള്ളവരൊക്കെ ഉയർന്ന ടാക്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് തന്നെ നടന്നത്. അതുപോലെ തന്നെ ഫാമിലി പെൻഷൻ പോലെ ഇൻകം കിട്ടുന്ന, അതായത് ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ച കിട്ടുന്ന ആ പെൻഷൻ, അതൊക്കെ ചേർത്ത് ഇൻകം ടാക്സ് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന അതിലൊക്കെ മാറ്റം വരുത്തി. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ, അതായത് കൂട്ടർക്ക് ആ ഇൻകം ടാക്സ് റേഞ്ചിൽ വരുന്നവർക്ക് സഹായകമായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുമ്പോൾ അതായത് സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുകയാണ് ഒരു ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ ഈ നമ്മുടെ വേൾഡ് ഇനീക്വാളിറ്റി ലാബിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യയിലെ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഭാഗം 1% ഇന്ത്യക്കാരിൽ നിൽക്കുക. 50% പേരുടെ അടുത്ത് വളരെ കുറഞ്ഞ അവസാനം 10% കൊണ്ടാണ് 50% ജനങ്ങളിൽ പങ്കിടുന്നത്. ആ തരത്തിലാണ് നമ്മുടെ ഇൻകം ഇനീക്വാളിറ്റി ഇന്ത്യയിൽ നിൽക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇൻകം ടാക്സ് സ്പേസിനല്ല ബെനിഫിറ്റ് കിട്ടേണ്ടത്, സാധാരണക്കാർക്ക്, അതായത് ഈ താഴ്ന്ന വരുമാനക്കാർക്ക്, അവരെ അതായത് മഞ്ഞ കാർഡും നീല കാർഡുമായിട്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യരെ ആ കാർഡുകളിൽ നിന്നൊക്കെ ഉയർത്തത്തക്ക രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം. അങ്ങനെ പാവപ്പെട്ടവനെ എഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. GDP വളർച്ചാ നിരക്ക് 7% മുകളിൽ നിൽക്കുമ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്ന വരുമാന അസമത്വം അത് ആശങ്കാജനകമല്ലേ? ബഡ്ജറ്റിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലേ? അതാണ് ബജറ്റിൽ വഴിയേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. എന്ന് വെച്ചാല് നമ്മുടെ MSME സെക്ടറൊക്കെ പുനർജനിക്കണം. അതായത് നീതി ആയോഗിന്റെ പഠനം പറയുന്നത്, അതായത് നമ്മുടെ ഡിമോണിറ്റൈസേഷന് ശേഷം നിന്നുപോയ, അതായത് സ്തംഭിച്ചു പോയ 3,60,000 നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഇനിയും കിളിർത്തു വരാനുണ്ടെന്നാണ്. അപ്പൊ അതൊക്കെ കിളിർത്തു വരണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് ഒരു പ്രോത്സാഹജനകമായ രീതിയിൽ കഴിഞ്ഞ ബജറ്റിൽ തന്നെ അതിനൊക്കെ പറയുന്നുണ്ട്. എന്താണ് പറയുക, സ്റ്റാർട്ടപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികള് എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് എന്നാണ് അതിന് പറയുന്നത്. ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞൊരു സ്കീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ സ്റ്റാർട്ടപ്പുകൾ ഒന്നും വേണ്ട രീതിയിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് പോലെ 82% അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ILO പറയുന്നത്. എങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്, അതായത് പ്രീ ഡിഗ്രിക്ക് മുകളിൽ വിദ്യാഭ്യാസം ഉള്ളവരുടെ തൊഴിലില്ലായ്മയെ പറ്റിയാ പറയുന്നത്. അപ്പൊ അത്തരക്കാര് തൊഴിലില്ലായ്മയിൽ പെടുന്നു, അത് വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ ഈ MSME സെക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ തൊഴിലിന്റെ ഒരു 94-96% കൊടുക്കുന്നത് MSME സെക്ടറാണ്. അപ്പൊ ആ സെക്ടറിനാണ് ഡിമോണിറ്റൈസേഷൻ കൊണ്ടും അതിനുശേഷം പതുക്കെ ഉണർന്നു വരുമ്പോഴേക്കാണ് കോവിഡ് വന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ട് അടിഞ്ഞുപോയി MSME സെക്ടർ. അതാണ് നമ്മുടെ തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു പോയത്. പ്രൊഫസർ മോഹനകുമാർ, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കടമെടുപ്പ് പരിധി ഉയർത്തുന്നത് മുതൽ എയിംസ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയൊക്കെ ബഡ്ജറ്റിൽ അഡ്രസ് ചെയ്യപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ചും പ്രതിപക്ഷ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് പ്രതിപക്ഷമായിട്ടുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പരമാവധി ഞെരുക്കുന്നതിനുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അവകാശപ്പെട്ട കടമെടുപ്പ് പോലും അനുവദിക്കാത്ത ഒരു അവസ്ഥ. ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടക്കുന്നത്. കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നടക്കുന്നു. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനം ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 1,600 രൂപയായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ
63 ലക്ഷം ആളുകൾക്ക് 2000 രൂപയായി വർദ്ധിപ്പിച്ചു. അത് കൃത്യമായി കുടിശ്ശികയില്ലാതെ കൊടുക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 200 രൂപ പെൻഷൻ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 200 രൂപ പെൻഷന്, 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ പെൻഷൻ കൊടുക്കുന്ന കുടിശ്ശിക പോലും കഴിഞ്ഞ 2 വർഷത്തേത് കുടിശ്ശികയായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, കേന്ദ്ര സർക്കാരിന്റെ ധനകമ്മി 10 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം വന്ന കണക്കുകൾ കാണിക്കുന്നത്. ഒരു ഭാഗത്ത് ധനകമ്മി കൂടുന്നു. ഈ ധനകമ്മി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ ഇല്ലാതെയാക്കിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം കോടിയിൽ കൂടുതൽ കേന്ദ്ര സർക്കാർ ചെലവഴിക്കേണ്ട തുക ഇപ്പോൾ അത് വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി MGNREG പോലുള്ള പദ്ധതികൾ അതിന്റെ പേര് മാറ്റിയിട്ടു എന്നുള്ളതിലുപരി അത് 40% ചെലവും സംസ്ഥാനങ്ങൾക്ക് വഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു ഭാഗത്ത് സംസ്ഥാനങ്ങൾ വഹിക്കാൻ തയ്യാറായാൽ പോലും ഈ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധ്യതയില്ല. കാരണം അത് ഇപ്പോ സിന്ന കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ആവശ്യമില്ല. അത് ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ അതിരൂക്ഷമായ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ മാത്രമേ നടപ്പിലാക്കിയാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന രീതിയിലല്ല ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ആദ്യം എത്ര തൊഴിലുണ്ടെന്ന് തീരുമാനിക്കും. ആ തൊഴിലുണ്ടെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കും. അതായത് ഇതിനു മുമ്പേ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും എത്രമാത്രം ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും തൊഴിൽ കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് തികച്ചും വ്യത്യസ്തമായി ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സ്കീമാണ്. എത്ര തൊഴിലവസരങ്ങളാണ് നിലവിലുള്ളത് അത്രയും തൊഴിലവസരങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഇതിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് കാരണം കേരളത്തിന്റെ ധനകമ്മി 10 ലക്ഷം കോടി രൂപ ഡിസംബർ വരെ ആയപ്പോൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ നികുതി വരുമാനം കുറയുന്നു. നികുതി വരുമാനം ഇപ്പോ 19 ലക്ഷം കോടി രൂപയേ ഉള്ളൂ. അതായത് മൊത്തം ചെലവ് 29 ലക്ഷം കോടി രൂപയാണ്. 19 ലക്ഷം കോടി രൂപയെ നികുതി വരുമാനത്തിൽ എത്തുന്നുള്ളൂ. അതും GST വരുമാനം, നികുതിയേതര വരുമാനത്തിലാണ് ചെറിയൊരു വർധന വന്നിരിക്കുന്നത്. നികുതി വരുമാനം കുറയുന്ന ഒരു അവസ്ഥ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇപ്പോഴും 15% നിലനിൽക്കുന്നു. ഭൂരിഭാഗം സ്ത്രീകൾക്കും തൊഴിലില്ലാത്ത അവസ്ഥ. ഗ്രാമീണ മേഖലയിൽ നിന്ന്, കാർഷിക മേഖലയിൽ നിന്ന് പുരുഷന്മാർ തൊഴിൽ വിട്ടുപോകുന്നു. പകരം അവിടെ സ്ത്രീ തൊഴിലാളികൾ വരുന്നു. സ്ത്രീ തൊഴിലാളികളിൽ 45%-ഓളം പേര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവർ ഒരു വരുമാനവുമില്ലാതെ, ഒരു തരത്തിലുള്ള കൂലിയുമില്ലാതെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ വളരെ വളരെ സങ്കീർണമായ ഒരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പരിണമിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ വേണ്ടത് തൊഴിലുറപ്പ് പദ്ധതികൾ പോലുള്ള പദ്ധതികൾക്ക് 125 ദിവസം തൊഴിൽ കൊടുക്കും എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് അത് വളരെ നടക്കാത്തൊരു സാഹചര്യമാണ്. ഒരു കാരണവശാലും 125 ദിവസം തൊഴിൽ കൊടുക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ 125 ദിവസം തൊഴിൽ കൊടുക്കാനല്ല, പകരം പരമാവധി തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ്. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക വളർച്ചയും ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതിനുവേണ്ട സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഗ്രാമീണ മേഖലയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കലേ മാർഗമുള്ളൂ. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. നിലവിൽ കാണാത്തൊരവസ്ഥയാണുള്ളത്. പ്രൊഫസർ മോഹനകുമാർ, കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളിലായി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കാണ് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക മേഖലകളിൽ ആവശ്യമായ നിക്ഷേപം നടക്കുന്നുണ്ടോ? ഈ ബഡ്ജറ്റിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? നോക്കൂ, അടുത്ത കാലത്തായിട്ട് വന്ന കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ ലോണുകൾ ദേശസാൽകൃത ബാങ്കുകൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ ലോണുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ആ ഗണ്യമായി കുറയുന്നതിൽ തന്നെ ഭൂരിഭാഗവും
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് ലഭിക്കുന്ന ലോണുകളാണ് ഒരു ഭാഗത്ത് കാര്യമായി കുറയുന്നത്. വിദ്യാഭ്യാസ ലോണുകൾ കുറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദ്യാഭ്യാസ മേഖലയ്ക്കായി മാറ്റിവെക്കുന്ന GDP-യുടെ വിഹിതവും കുറയുന്നു. ഇത് ഒരു ഭാഗത്ത്. ഇത് മറ്റൊരു ഭാഗത്ത് നമ്മളുടെ ആരോഗ്യ മേഖലയിലേക്കുള്ള നിക്ഷേപം കുറയുന്നു. അടിസ്ഥാന വികസന സൗകര്യം എന്ന് പറയുന്നത് റോഡ് ഗതാഗതം മാത്രമല്ല, ജനങ്ങളുടെ മാനുഷ്യ വിഭവശേഷിയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന നിക്ഷേപങ്ങൾ കുറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഗണ്യമായ നിക്ഷേപം നടത്തി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ 2013 മുതൽ 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടം എടുത്താൽ കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR, അതായത് ജനിച്ച് ഒരു വർഷത്തിനകം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം 10-ൽ നിന്ന് 5 കുറയ്ക്കാൻ, ഇത് വളരെ അത്ഭുതപൂർവമായ ഒരു നേട്ടമാണ് കേരളം കൈവച്ചിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം, ജനിച്ച് ഒരു വയസ്സിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 10 കുട്ടികളായിരുന്നത് മരിക്കുമായിരുന്നത് 5 കുറച്ചു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും അത് 26 നിലനിൽക്കുന്നു. ഇതാണ് ഒരു അവസ്ഥ. ഇന്ത്യയിലെ ആയുർദൈർഘ്യം കേരളത്തിലത് 78, ഇന്ത്യയിൽ ഇപ്പോഴും അത് 69 നിലനിൽക്കുന്നു. ഇങ്ങനെ ആരോഗ്യ മേഖല ദേശീയ തലത്തിൽ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടുതൽ നിക്ഷേപം വേണ്ട ഒരു സാഹചര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം വേണ്ട ഒരു സാഹചര്യത്തിൽ, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 12ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന കുട്ടികളുടെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അത് നിശ്ചലമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ തീവ്രമായ പൊതുമേഖല പബ്ലിക് സ്പേസിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാർ പിറകോട്ട് പോകുന്നതായിട്ടാണ്. ഇപ്പോൾ 4 ലേബർ കോഡുകൾ 2025 നവംബർ 21 മുതൽ നടപ്പിലാക്കി. ഈ ലേബർ കോഡുകളുടെ കണ്ടന്റ് എന്താണ്? ഇനി ഒരു കാരണവശാലും സർക്കാരിന്റെയോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയോ സ്വകാര്യ മേഖലയിലെയോ റെഗുലർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം പൂർണ്ണമായും ഇല്ലാതായി. ഇനി ഒരു വർഷത്തേക്കുള്ള എംപ്ലോയ്മെന്റ് ആണ്. പരമാവധി നമ്മളെ അഗ്നിവീർ പോലെ 4 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഉള്ള എംപ്ലോയ്മെന്റ് റെഗുലർ സർവീസിൽ, സർക്കാർ സർവീസിൽ പോലും ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ സർക്കാർ സർവീസിൽ റെഗുലർ എംപ്ലോയ്മെന്റ് ഇല്ലാതെ ആകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യ മേഖലയ്ക്ക് ഇന്ത്യയിലെ വലിയൊരു ലേബർ ഫോഴ്സിനെ ചീപ്പായി അവൈലബിൾ ആക്കി കൊടുക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത് ലേബർ ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് തൊഴിലവസരങ്ങൾ കൂടുമെന്നും കൂടുതൽ നിക്ഷേപം വരുമെന്നാണ്. ഇപ്പോ 2047 വികസിത് ഭാരത് എന്ന് പറയുന്ന പ്രഖ്യാപനം നടപ്പിലാക്കി കിട്ടണമെങ്കിൽ പരമാവധി മൂലധനം ആകർഷിക്കപ്പെടണമെന്നും ആ മൂലധനം ആകർഷിക്കപ്പെടുന്നതിന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം തൊഴിലാളികളെ ഏറ്റവും ചീപ്പായി സപ്ലൈ ചെയ്യലാണ്. നമുക്ക് 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ആസാമിലെ തേയിലത്തോട്ടങ്ങളിൽ സംഭവിച്ചത് എന്താണെന്നറിയാം. അവിടെ ആ തേയിലത്തോട്ടങ്ങളിലെ അവൈലബിൾ ആയിട്ടുള്ള തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരുന്നു. എണ്ണം കുറയുന്നതിന് കാരണം തൊഴിലാളികൾക്ക് 12 മണിക്കൂറും 15 മണിക്കൂറും അവരുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു, തൊഴിൽ ദിനങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു. മിനിമം വേജ് ഇല്ലാതെയായി. മിനിമം വേജ് 1920 നടപ്പിലാക്കുന്നത്. ഈ സാഹചര്യം 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ തൊഴിൽ മേഖലയിൽ കൊളോണിയൽ പീരീഡിൽ നിലവിലുന്ന തൊഴിൽ മേഖലയിൽ നിലവിലുന്ന സാഹചര്യം വീണ്ടും 21ാം നൂറ്റാണ്ടിൽ 2026 കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, ഇന്ത്യ ഒരു $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ബഡ്ജറ്റിൽ GDP വളർച്ച നിലനിർത്താൻ ഏത് മേഖലയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്? കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ? കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആണ് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരിക. അതിനുള്ള
മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തന്നെ ഈ MSMEs ഉയർത്തെഴുന്നേൽക്കണമെന്നില്ല. ഇപ്പോഴത്തെ മിസ്റ്റർ ജെയിംസിന് അറിയാമല്ലോ, അതായത് നമുക്ക് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൽ ട്രേഡിലെ UPA ഭരണകാലത്ത് സമ്മതിച്ചിരുന്നില്ല. അത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൽ ട്രേഡിൽ വരുന്നത്. ഹോൾസെയിൽ ട്രേഡിൽ നേരത്തെ ഉണ്ടായിരുന്നു. റീറ്റെയിൽ ട്രേഡിൽ വന്നതിന് ശേഷമാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് ഈ വിപണി പിടിക്കാൻ ഇത്രയധികം എന്താ പറയുക അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നടത്തി വിപണി പിടുത്തം തുടങ്ങിയത്. ഇവരെവിടുന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്? ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാവുന്ന മേഖലകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അതിന്റെ വില 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടിട്ടാണ് എല്ലാത്തരം സബ്സിഡി എന്താ പറയുക റിഡക്ഷൻസും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വിപണി പിടിക്കുന്നത്. അപ്പൊ ആരെയാണ് അത് ഡയറക്റ്റായിട്ട് അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ MSME സെക്ടറിനെ തന്നെ, അവരുടെ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതേ സമയത്ത് ഈ FDI വരുന്ന സമയത്ത്, അനുവദിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് 80% നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ 100% ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് നിബന്ധന വെച്ചാൽ നമ്മുടെ MSME സെക്ടർ ഇതിനകം തന്നെ ഉയർത്തെഴുന്നേറ്റേനെ. അപ്പൊ അവരെ തളർത്തി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഈ പറയപ്പെട്ട പിന്നെ റീറ്റെയിൽ ട്രേഡ് എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റീറ്റെയിൽ ട്രേഡ് വന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്ന മറ്റൊരു വലിയ അപകടം. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നതാണ് ഇൻഷുറൻസ് സെക്ടർ വിദേശ മൂലധനം 100% അനുവദിക്കുമെന്ന്. അതിപ്പോ ഈ 2 മാസത്തോളം ആകുന്നേ ഉള്ളൂ അത് അനുവദിച്ച നിയമം വന്നിട്ട്. അപ്പൊ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒക്കെ തന്നെയാണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ അത് ബാധിക്കും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അവർ ഇവിടുത്തെ ഇൻഷുറൻസ് തുകകളൊക്കെ വാങ്ങിച്ച് പിന്നെ അവരുടെ ഡൈവേഴ്സിഫിക്കേഷൻ, അവരുടെ ഒരു പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ പോലെ അവർ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. വിവിധ രാജ്യങ്ങളിലായിരിക്കും അവിടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അത് ഇന്ത്യയെ ബാധിക്കുക എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഈ പറയപ്പെട്ട രീതിയിലുള്ള അതായത് ഗവൺമെന്റിന്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി തന്നെ വളരെ ഫോൾട്ടി ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ശരി, അത് പറയാൻ നിവൃത്തിയില്ല. പിന്നെ എനിക്ക് വിദ്യാഭ്യാസത്തെ പറ്റി പറയാനുണ്ട് കേട്ടോ. വിദ്യാഭ്യാസത്തിന് ബജറ്റിൽ കൊടുത്തിരിക്കുന്ന എന്തുമാത്രം, അത് അടുത്ത ഞാൻ മടങ്ങി വരാം. ശരി, പ്രൊഫസർ മോഹനകുമാർ, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാർഷിക ഉൽപാദന ചെലവ് കുറയ്ക്കാനുള്ള എന്ത് നടപടികളാണ് ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, കാർഷിക ഉൽപാദന ചെലവ്, അതായത് നമ്മളുടെ ഈ കാർഷിക ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനേക്കാൾ പ്രധാനം കാർഷിക ഉൽപാദന ചെലവ് കുറയ്ക്കണം. കർഷകരുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, ചെറിയ ചെറിയ മൂലധനം, അവർക്ക് വലിയ മൂലധനമൊന്നും റിലയൻസ് പോലെയോ അദാനി പോലെയോ അല്ലെങ്കിൽ ടാറ്റ, ഇത് വലിയ മൂലധനമൊന്നുമില്ല. അവരിലിരിക്കുന്ന 1000-ഉം 10,000-ഉം അല്ലെങ്കിൽ 1,00,000 അവർ ഓരോ സീസണിലും കൃഷി ഇറക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിക്കുന്ന തുക, അതാണ് അവരുടെ മൂലധനം. അത് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് സർക്കാരുകളുടെ ലാർജ് സ്കെയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാർഷിക മേഖലയിലേക്ക് വരണം. അത് ഇറിഗേഷൻ, ജലസേചന സൗകര്യത്തിലായാലും, ഇൻഫ്രാസ്ട്രക്ചർ, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളായാലും, രാസവളം, കീടനാശിനികൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വില കുറച്ചു കൊടുത്തുകൊണ്ടും അവർക്ക് കാർഷിക മേഖലയിൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്താൽ കർഷകരുടെ അവരുടെ സപ്ലൈ പ്രൈസ് കുറയും. അതായത് അവരുടെ ഉൽപാദന ചെലവ് കുറഞ്ഞാൽ അവർക്ക് കുറഞ്ഞ ഉൽപാദന ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായാലും അത് അന്താരാഷ്ട്ര കമ്പോളത്തിൽ മത്സരിക്കുകയും ആഭ്യന്തര കമ്പോളത്തിൽ അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങളോടൊപ്പം മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന എന്താണ്? ഇന്ത്യയിൽ സംഭവിക്കുന്നത് കാർഷിക സബ്സിഡി പരമാവധി വെട്ടിക്കുറയ്ക്കുന്നു. 2018 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമ്മാൻ നിധി ഒരു വർഷം 6,000 രൂപ കർഷകർക്ക് സബ്സിഡിയായി, ഇൻകം സബ്സിഡിയായി കൊടുക്കുന്നു. ആ ഇൻകം സബ്സിഡി ഇപ്പോ 8 വർഷം കഴിഞ്ഞിട്ടും 6,000 രൂപയിലാണ് നിൽക്കുന്നത്. നോക്കൂ, ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ ശരാശരി 5% വെച്ചാൽ ആ 6,000 രൂപ ഇപ്പോ മിനിമം 12,000 രൂപയെങ്കിലും ആകേണ്ടതാണ്. ഒരു പൈസ കൂട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കർഷകർ കഴിഞ്ഞ 2020 750 കർഷകർ ഡൽഹി രാജസ്ഥാൻ ബോർഡറിൽ
ജീവത്യാഗം ചെയ്ത് സമരം ചെയ്തതിനു വേണ്ടിയാണ്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ ന്യായമായ വില നിയമം മൂലം ഉറപ്പ് തരിക. അതാണ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇതുവരെ അത് പ്രഖ്യാപിച്ചിട്ടില്ല. കർഷകന് മിനിമം സപ്പോർട്ട് പ്രൈസ് 1 കിൻഡൽ ഗോതമ്പിന്, 1 കിൻഡൽ അരിക്ക്, പയറിന്, ഉഴുന്നിന് എല്ലാം സർക്കാർ MSP പ്രഖ്യാപിക്കുകയും ആ MSP പ്രഖ്യാപിച്ച MSPക്ക് വാങ്ങാൻ തയ്യാറാകുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതുവിപണിയിലും കാർഷികോൽപ്പന്നങ്ങളുടെ വില അതനുസരിച്ച് കൂടുകയും കർഷകർക്ക് ന്യായമായ വില കിട്ടുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ല ഇതുവരെ. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പൊതുവിപണിയിൽ കമ്പോളത്തിന്റെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് കർഷകൻ അവൻ വിളവെടുപ്പ് സമയത്ത് തുച്ഛമായ വിലയ്ക്ക് വൻകിട വ്യാപാരികൾക്ക് വിൽക്കേണ്ടി വരുന്നു. അവന് ന്യായമായ വില കിട്ടുന്നില്ല. ന്യായമായ വില കിട്ടാത്ത ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ജലസേചനം ഉൾപ്പെടെയുള്ളവയുടെ ഉൽപാദന വില വർദ്ധിക്കുകയും അവന്റെ ഉൽപാദന ചെലവ് കൂടുകയും ചെയ്യുന്നു. ഇപ്പോ ഡൊമസ്റ്റിക് സബ്സിഡി, നമ്മുടെ ഗ്യാസിന്റെ സബ്സിഡി, അത് ബാങ്കുകളിലൂടെ കൊടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ ബാങ്കുകളിൽ ആ സബ്സിഡി വരുന്നില്ല. കർഷകന്റെ ജീവിത ചെലവ് ആ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലും കാർഷിക മേഖല കർഷകൻ സ്ക്യൂസ് ചെയ്യപ്പെടുകയാണ്. അവന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് ഒരു കാര്യം പോയിന്റ് പറഞ്ഞു നിർത്താം. പുരുഷ കർഷകരെല്ലാം കാർഷിക മേഖല വിട്ടുപോകുന്നു. പകരം പുരുഷ കർഷകർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ സ്ത്രീകൾ ഏറ്റെടുക്കുന്നു. പക്ഷെ അവരിപ്പോൾ NSSOയുടെ കണക്ക് PLFS, പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ 75% ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളും ഉപജീവനം കണ്ടെത്തുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ്. പക്ഷെ അവർക്ക് ന്യായമായ വരുമാനം ലഭിക്കുന്നില്ല. അതായത് സെൽഫ് എക്സ്പ്ലോയിറ്റേഷൻ. നിങ്ങളെ നിയമിക്കാൻ ആളില്ല, നിങ്ങൾക്ക് ആരും തൊഴിൽ തരുന്നില്ല, നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന തൊഴിലിൽ നിങ്ങൾ പരമാവധി സ്വയം ചൂഷണത്തിന് വിധേയമായി രാപകൽ ജോലി ചെയ്ത് തുച്ഛമായ വരുമാനം ഉപജീവനത്തിനുള്ളത് കണ്ടെത്താൻ പോലും കഴിയാത്ത പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലേക്ക് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന കുടുംബങ്ങളുടെ, ജനങ്ങളുടെ അനുപാതം ഓരോ വർഷം കഴിയുന്നോറും വർദ്ധിച്ചു വരുന്നത് കാണിക്കുന്നത് ഇന്ത്യ റിവേഴ്സ് ആണ്. റിവേഴ്സ് ഓർഡറിലേക്ക് ഇന്ത്യൻ ഗ്രോത്ത് പോകുന്നു. ഇതാണ് കാണിക്കുന്നത്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ പ്രാമുഖ്യം ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? ലഭിക്കേണ്ടതാണ്. പക്ഷെ അത് എങ്ങനെ പ്രതീക്ഷിക്കാൻ ഒക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം കഴിഞ്ഞ ബജറ്റില് പ്രഖ്യാപിച്ചിരിക്കുന്ന എത്രയാണെന്ന് അറിയാമോ? 1,28,650 കോടിയാണ് 25-26 ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് എന്ന് വെച്ചാല് GDPയുടെ 0.36% മാത്രമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനമായ ചൈനയെ ഒന്ന് നോക്കണം. അവർ GDPയുടെ 6%-ലധികം വിദ്യാഭ്യാസത്തിൽ ചെലവഴിക്കുന്നത്. US-ഉം അതുപോലെ തന്നെ 6%-ൽ കൂടുതലും. എല്ലാ വികസിത രാജ്യങ്ങളും വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസത്തെ അത് അർഹിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ നടത്തുന്നത്? ഇവിടുത്തെ കിട്ടുന്ന അവർക്കറിയാം. ഇവിടെ IIT പോലും വേണ്ട രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഇതുവരെ IIT എന്നൊക്കെ പുറത്തിറങ്ങുന്ന 100% പേർക്ക് ഉറപ്പായിരുന്നു എംപ്ലോയ്മെന്റ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ അനുസരിച്ച് 10% to 15% IIT ഗ്രാജുവേറ്റ്സ് വരെ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവിടെ പോലും വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റോ അപ്ഗ്രഡേഷനോ നടക്കുന്നില്ല. ടെക്നോളജി അപ്ഗ്രഡേഷൻ നടക്കുന്നില്ല എന്നാണ് നമുക്ക്. ഡോക്ടർ മേരി ജോർജ്, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. എന്നാൽ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ സാധാരണക്കാരൻ പിന്നിലാകരുത്. എല്ലാ ബഡ്ജറ്റുകളും സാധാരണക്കാരനെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ളതാവണം എന്നുള്ളതാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. നികുതി ഇളവുകളിലൂടെ സാധാരണക്കാരൻ്റെ കൈകളിൽ കൂടുതൽ പണം എത്തിയാൽ എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിപണി കൂടുതൽ കരുത്താർജിക്കൂ. വെറുമൊരു അക്കങ്ങളുടെ കളിയായി മാറാതെ ഇന്ത്യയുടെ താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റം വരുത്താൻ ഈ ബഡ്ജറ്റിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മേരി ജോർജ്, പ്രൊഫസർ മോഹനകുമാർ, KV ബിജു, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.